എടാ കീടമേ, നിന്റെ കഥ ഞാനിന്ന് കഴിക്കുമെടാ. കഥ കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഒറ്റ ഇടിക്ക് നിന്നെ പരലോകത്തെത്തിച്ചെങ്കിലേ എന്റെ കലിപ്പടങ്ങൂ. കലിപ്പൊക്കെ തീർത്തോ, പക്ഷേ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് പ്ലീസ്. ചിലപ്പോൾ ഇവൻ പറയുന്നത് സത്യമായിരിക്കും. ഇവന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ആ, നീ പറ. അത് എനിക്കൊരബദ്ധം പറ്റിയതാണ് ആശാനെ, എന്നോട് ക്ഷമിക്കണം. ഇതാണോ നിനക്ക് പറയാനുള്ളത്? അയ്യാ, ഈ തടിയൻ നിൽക്കടാ അവിടെ. ഈ ചകടൻ സ്രാവിനെയാണോ നീ വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? എന്നെ ചതിച്ചവന്മാരെ മനോഹരമായൊരു സ്ഥലത്തേക്ക് അയക്കുന്ന ശീലം എനിക്കുണ്ട്. എന്നാ പിന്നെ ഞാനും അവിടത്തേക്ക് പോയിക്കോളാം. എവിടേക്കാ പോവേണ്ടത്? നരകത്തിലേക്ക്. എല്ലാത്തിനെയും ഞാൻ കൊന്നു കൊലവിളിച്ചിട്ടുണ്ട്. എന്റെ തവളക്കാവിൽ ഈശ്വര, എന്നെ കാത്തോളണേ. ഇവൻ ചോട്ടയാണെങ്കിലും ഒടുക്കത്തെ സ്പീഡാണല്ലോ. വെറുതെ നീന്തി ക്ഷീണിക്കണ്ട ആശാനെ. തിമിംഗലത്തെ വരെ നീന്തി തോൽപ്പിച്ചിട്ടുള്ളവനാണ് ഈ ചോപ്രൻ തവള. സ്വപ്നത്തിലായിരിക്കും. അതെങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ, ഊരിലെ തള്ളൽ. എന്റെ മോന്തയുടെ പരിപ്പളകി. രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ആ പാറയെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായല്ലോ. ഇനി ഇവിടെ നിൽക്കാം. അവനെന്തായാലും ഇങ്ങോട്ട് വരില്ലല്ലോ. ഓരോരോ വള്ളിക്കെട്ടുകൾ. അല്പമൊന്ന് റിലാക്സ് ചെയ്യാം. മോനെ, പോരുന്നു എന്റെ വയറിലേക്ക്. ഓ, ഈ അലവലാദികളെ കൊണ്ട് കരയിലും കടലിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ആഹാ, എത്ര ശാന്തസുന്ദരമായ സമുദ്രം. പറന്നു പറന്നെത്തി സ്ഥലം കൊള്ളാം. ഇനി വയറു നിറയെ മീനുകളെയും ശാപ്പിട്ട് സ്ഥലം വിടാം. അയല, മത്തി, ചൂരച്ചാള, അയക്കൂറ കഴിക്കണം. കൊഞ്ചുമുള്ളൻ, തെരണ്ടി, സ്രാവ്, ചൊനാക്കുട്ടൻ കഴിക്കണം. വായിക്ക് രുചിയുള്ള മീനകത്താക്കാൻ കടലിന്റെ ഉള്ളിൽ ഉളിയിടണം. ആഹാ, എന്താ ഒരു സുഖം. വല്ല തീറ്റയും തേടി വന്നതാണോ? അതെ. ആ മല്ലൻ സ്രാവ് ഒരു വില്ലനാണെന്നല്ലേ അവന്മാർ പറഞ്ഞത്? ഈ എലുമ്പിനെ വെച്ച് അവനിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമാണിത്. രുചികരമായ മത്സ്യങ്ങൾ ലഭിക്കുന്ന സ്ഥലം ഒന്ന് പറഞ്ഞു തരുമോ? ഈ ചുറ്റുവട്ടത്ത് ഏറ്റവും രുചികരമായ മീൻ സ്രാവാണ്. ലവനെ അകത്താക്കാൻ നീ അങ്ങോട്ടേക്ക് വിട്ടോ. പിന്നെ ഒരു കാര്യം, സ്രാവിനെയല്ലാതെ മറ്റൊരു മത്സ്യത്തെയും ഉപദ്രവിക്കരുത്. ശരി. നല്ല രുചികരമായ വിഭവങ്ങളും കഴിച്ച് സുഖമായി ജീവിച്ചിരുന്ന എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് പുല്ലും ചെടിയും ഇടിയും. ഇതാ പറയുന്നത് അത്യാഗ്രഹം പാടില്ലെന്ന്. ഉള്ളതിൽ സംതൃപ്തിയോടെ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരില്ലായിരുന്നു. എന്റെ അമ്മോ, ഇതൊരു ഭീമൻ സ്രാവാണല്ലോ. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ആ സ്രാവ് എന്നെ കൊന്നുകളയും. അതിന് ഞങ്ങളെങ്ങനെ സഹായിക്കാനാ? ആ ചകടൻ സ്രാവിന് രുചികരമായ വിഭവങ്ങൾ കൊടുത്താൽ അവന്റെ കലിപ്പടങ്ങും. അത് തീർച്ച. അതൊക്കെ ശരി തന്നെ. അതിന് ഞങ്ങൾക്കെന്ത് ചെയ്യാനാകും? നിങ്ങൾക്കേ എന്നെ സഹായിക്കാനാവൂ. കൂട്ടുകാരനൊരു അപകടം വരുമ്പോ സഹായിക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ? നീ കീരിപ്രസംഗം നിർത്തി. എങ്ങനെയാ സഹായിക്കേണ്ടതെന്നൊന്ന് പറ. അത് നിങ്ങൾ രണ്ടുപേരും അവന് ഇരയാകണം. അവൻ നിങ്ങളെ ശാപ്പിട്ട ശേഷം സമാധാനമായി തിരിച്ചു പോയിക്കോട്ടെ, അല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സൽഗുണസമ്പന്നനായ സുഹൃത്തിനെ സഹായിച്ചു എന്ന സന്തോഷത്തോടെ പരലോകത്തേക്ക് പോകാലോ. കൊള്ളാം, നല്ല ഐഡിയ. എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നം.